ഇതിപ്പോ 500-നകത്ത് 100 വയ്ക്കണോ 100-നകത്ത് 500 വയ്ക്കണോ എന്നൊരു സംശയം. നിങ്ങൾ അങ്ങനെ പറയണേ? അകത്ത് വെച്ചാലും പുറത്തു വെച്ചാലും സുലൈമാനെ കാര്യം നടന്നാ പോരെ. മുക്കുജ ഈ നോട്ട് നിരോധിച്ച സമയത്ത് സീരിയലും കൂടെ നിരോധിക്കായിരുന്നു. സുലൈമാനെ വേണ്ടാത്ത വർത്തമാനമൊന്നും പറയണ്ട കേട്ടാ. ഇവിടെ നോട്ട് നിരോധിച്ചുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായാ? പിന്നെ ഈ പരിഷ്കാരങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പരിഷ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വെല്ലം വെച്ച് കഴിച്ച ആളെ കൊല്ലലും നാട്ടിൽ നിന്ന് ഓടിക്കലൊക്കെ അല്ലേ പരിഷ്കാരം. അനാവശ്യം പറയല്ലേ മുക്രി. നിങ്ങളിപ്പം മൂക്ക് മുട്ട തിന്നത് ബീഫല്ലേ? ഇവിടെ ആരെങ്കിലും കൊല്ലാൻ വന്ന നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഓടിച്ചാ പറയുമ്പോ എല്ലാം പറയട്ടെ. അത് തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കണം പറഞ്ഞു ഇവിടെ കിടന്നുള്ളൂ. എന്തിനാ ചന്ദ്ര നിർത്ത്. എവിടെ ഒന്നും അല്ലല്ലോ, ഇന്ത്യ തന്നെ അല്ലേ? അതെ, നിങ്ങളൊന്നും നിർത്തുവോ? ഞാനിതൊന്ന് കാണട്ടെ. ഒന്ന് പറഞ്ഞ് തീരട്ടെ രാജേന്ദ്ര. നീയല്ലേ പറഞ്ഞ് ഇവിടെ ഒരു കുഴപ്പമില്ലാന്ന്. ഇപ്പൊ എന്തായി? ഇവിടെ ഒരു കുഴപ്പമില്ല മുക്രി. നിങ്ങളെ മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നോണ്ടാ. അപ്പൊ നമുക്കൊക്കെ മഞ്ഞക്കണ്ണ്, നിങ്ങൾക്ക് മാത്രം വെള്ളക്കണ്ണ്. രാജേന്ദ്ര നിന്റെ പോക്ക് ഈടക്കായിട്ട് അത്ര ശരിയല്ലാട്ടാ. അതെ മുക്രി, 4 പൊറോട്ട ബീഫ് ഫ്രൈ, നീ 8 പൊറോട്ട 2 ബീഫ് ചായ. രണ്ടുപേരും പൈസ തന്നിട്ട് വേഗം സ്ഥലം വിട്ടേ. 8 പൊറോട്ട കഴിച്ചാ നീ? കൊടുക്കത്തെ തീറ്റാണോടാ നീ? പൈസ കയ്യിലുണ്ടോ? പറ്റില്ല എഴുതണം. ആ ബാർബർ ഷോപ്പിലേക്ക് പോകണ്ട, അവിടുത്തെ TV കാടാ. പറ്റില്ല എഴുതിക്കോ. നേരെ വീട്ടിൽ പോകാൻ നോക്ക്. ചന്ദ്ര എഴുതിക്കോ. 4 പൊറോട്ട 1 ബീഫ് 1 കട്ടൻ ചായ. അച്ഛനത് എന്തിന്റെ സൂക്കേടാ? ചോദിച്ചാലെല്ലാം പറഞ്ഞു. വേണ്ടാത്തടത്ത് കയറി അഭിപ്രായം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ല. ആരോ നോട്ടെടുത്ത് എന്തോ തമാശ പറഞ്ഞപ്പോ സുലൈമാനും മുക്രിയും കൂടി അത് ഏറ്റുപിടിച്ചു. അപ്പോ ഞാനൊരു അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ എന്തിനാ പറയാൻ പോയത്? ഒന്നാമത് ആ മുക്രിക്ക് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. അതിന്റെ കൂടെ അച്ഛൻ്റെ ഈ പൊട്ട വർത്താനം. ഈ സീരിയലാണല്ലാതെ നാട്ടിൽ കിടക്കണോ വല്ലതും അറിയണ്ടോ? അറിയാത്ത എന്തിനാ പറയാൻ പോണേ? അല്ലെങ്കിൽ അച്ഛൻ ഈയിടെ സീരിയൽ കണ്ട് പറയുന്ന എല്ലാം വേണ്ടതിനോ? നീ മിണ്ടാരിടി. നീ കൂടുതൽ പറയണ്ട. നളിനെ ഞാൻ കണ്ടിരുന്നു. അതിന് ആനന്ദ് വേണം. അങ്ങനെ ഞാനും കണ്ടിരുന്നു. നീ ഇന്നലെ ആ പള്ളിയുടെ മുന്നിൽ എന്തായിരുന്നു? കുറെ മാപ്പിള പിള്ളേരും കുട്ടി ചാട്ടവും ബഹളവും, അതും ആ പള്ളിമുറ്റത്ത്. അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്മാർ തമ്മിൽ സഹകരിക്കാനാണോ കുറ്റം? അത് ഇക്കാലത്ത് ആരായാലും എന്താ സ്നേഹത്തിന് പോകാൻ സമ്മതിക്കരുത്. ഈ കവലയിലെ കടയിലിരുന്ന് തള്ളുന്ന പോലെ അല്ലത്. നീ ക്രിക്കറ്റും കളിച്ച് എന്നും ചീത്ത വിളിച്ച് നടന്നോ? ഇവൾക്കൊരു ആലോചന വന്നിരുന്നു, അറിഞ്ഞോ? നീ വലിയ കപിൽ ദേവാൻ നടക്കല്ലേ നീ? കപിൽ ദേവ ആലോചന കാര്യം എന്നോട് അമ്മ പറഞ്ഞു. അതൊക്കെ നടന്നോളും. പെണ്ണിൻ്റെ ആങ്ങളെ ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്നും പറഞ്ഞു ഒരു കല്യാണവും മുടങ്ങിയിട്ടില്ല. അതിന് ഞാൻ തന്നെ ഓടണ്ടേ? அவ்வளவு நேரம் காத்திருக்க முடியாது. என்ன அண்ணனுக்கு மங்கி கேப்பில்லையா? போதும் போதும் போதும். அண்ணா சொல்லு, பறக்க இவ்வளோ இருக்கு, க்ளீன் பண்ணட்டுமா? நீ தானே கிளீன்ற, கிளீன் பண்ணியா? ஆமையா. என்ன குளிரு, வண்டி விடியா? കൊടി കീറി, അത് നമ്മൾ അന്വേഷിക്കും. ആ പുത്തൻതോപ്പിൽ അവരുടെ കൊടി കയറിയപ്പോ എന്താ സംഭവിച്ചേ? അതുപോലെ ചെയ്യണം, മുഴുവനും കീറണം. സുലൈമാൻ പറഞ്ഞതിൽ കാര്യന്റെ ഉസ്താദ് സഹിച്ചു ക്ഷമിച്ചു നിന്നാലേ അവന്മാർ നമ്മുടെ തലയിക്കാരൻ ഇറങ്ങും. നമുക്ക് വേറെ കളികളാണ്. അത് തന്നെ മുജീബിക്ക വരട്ടെ. നോക്കട്ടെ എന്തായി മുജീബ് സംഭവം? മുജീബ് പറയട്ടെ.
അപ്പുറവും ഇപ്പുറമുള്ള ഒരു കൊടികളെയും തൊട്ടിട്ടില്ല. ഇതിന്നൊരു കാര്യം വ്യക്തമാണ്, ഇത് സാമൂഹ്യ വിരുദ്ധർ ചെയ്തതല്ല. ഇത് ബോധപൂർവ്വം നമ്മൾ അവഹേളിക്കാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ നമുക്കെതിരെയുള്ള ഒരു വെല്ലുവിളി. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നത്. മുജീബ് പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ഇന്ന് കൊടി കയറി, നാളെ അത് മാറും. നമ്മുടെ ഒന്ന് കയറി കഴിഞ്ഞാൽ അവരെ ഒമ്പാണം കയറണം. ആരുടെ എന്തോന്ന് കീറുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളെ നിക്കറി കീറുന്ന കാര്യം ഉസ്താദൊന്നും മിണ്ടാണ്ടിരിക്കണ്ട. നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കെല്ലാം അറിയാം എന്ത് ചെയ്യണമെന്ന്. മിണ്ടാണ്ടിരുന്നാ മതി. നമ്മളിവിടെ കിടന്ന് തർക്കിക്കേണ്ട ഉസ്താദെ. കേവലം ഒരു കൊടി കീറിയതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റമാണിത്. ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ എന്താ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല. പള്ളി വേണ്ടെന്നും പറയുന്നത് കഴിക്കണമെന്ന് വെച്ചാൽ ഉടനെ കൊടി തിരിച്ചു കീറണമെന്നല്ല ഞാൻ പറയുന്നത്. മുജീബ് നിങ്ങൾ എന്തായി പറയുന്നത്? ഇത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട വിഷയമല്ല. ഈ മുക്കറിച്ചൻ പറഞ്ഞ അപ്പുറത്താണ് ഈ കയറി ചിന്തിക്കുന്നത്. അല്ല, ഇത്രയും വികാരം കൊണ്ട് ആവശ്യം എന്താ? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും ഉസ്താദെ. നീ അതേ പറയൂ, നീ അല്ലേ മറ്റന്മാരുടെ. അവൻ പറയട്ടെ ഷാജാനെ, നിർത്താൻ പറയാൻ നിനക്കെന്താ അവകാശം? മുക്കറിച്ച ഇത്രയും എടുത്തിയാടി പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല ഇത് ഉസ്താദെ. ഇതുവല്ല സാമൂഹ്യ വിരുദ്ധ ചെയ്താണെങ്കിലോ, നമ്മളെ തമ്മിൽ അടുപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ തോപ്പിച്ച ടൗണിലെ ക്രിക്കറ്റ് ടീം ചെയ്താണെങ്കിലോ, അല്ല ഏതെങ്കിലും ഞരമ്പ് രോഗി തോന്നിയായിക്കൂടെ? ഞരമ്പ് രോഗികൾ തന്നെ രോഗം നമ്മൾ മാറ്റും. നീനെ തൊട്ടുള്ള കളി വേണ്ടാന്ന് പറ ഷാജാനെ. ഞാൻ ആരോട് പറയാൻ? നിങ്ങൾ ആ നളിനേട്ടനെ കണ്ട് കാര്യം പറ മുസ്ലിയാരെ. അതെ, ഉസ്താദ് ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഇത് വഷളാവുകയെ. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. മുക്രയും സുലൈമാനും കേൾക്കാനും കൂടിയായി പറയുന്നത്. പിള്ളേരൊന്നും തൽക്കാലം വേണ്ടാത്തതിനൊന്നും പോകണ്ട. മുജീബേ, നമുക്ക് കാര്യങ്ങൾ വഷളാക്കാൻ പാടില്ല. നാടിൻ്റെ കോലം മാറി വരുന്നുണ്ട്, ഇല്ലെന്നല്ല, അത് നമുക്കും അറിയാം. ഇപ്പൊ നമുക്ക് ആ നള്ളും മൂപ്പരെ കണ്ട് കാര്യം ബോധിപ്പിക്കും. ഓരോന്ന് പറയും നോക്കാം. ഈ പ്രശ്നം കിയാമെന്നുള്ളതിനും തീരൂല, അല്ലടാ സുലൈമാനെ? അതെ. കഷ്ടം. ഇക്ക, നമുക്കൊന്ന് പോയി ചോദിച്ചാലോ? എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഉദ്ധരേതാദമനാത്മാനം യൗ ആത്മാനം ഉപസാനമേത് എന്ന് പറഞ്ഞാൽ എന്താണ്? നീ നിന്റെ സഹോദരനെ സ്നേഹം കൊണ്ട് മാത്രമേ കീഴ്പ്പെടുത്താവൂ എന്നാണ്. ഈ ഭൂമിയിൽ വിവിധ ദേശങ്ങളിൽ, വിവിധ വേഷങ്ങളിൽ, വിവിധ കാലങ്ങളിൽ ജീവിച്ചിരുന്നവരെല്ലാവരും തന്നെ ആ പരമ്പൊരുളിന്റെ ആത്മാംശങ്ങളാണ്. അപ്പോൾ തൊപ്പിയിട്ടവനും കുറിയിട്ടവനും കുരിശിട്ടവനും ദൈവത്തിന്റെ മുന്നിൽ രണ്ടല്ല, ഒന്നാണ്. നിന്റെ സഹോദരനെ നിറം കൊണ്ടും രൂപം കൊണ്ടും അല്ല അളക്കേണ്ടത്. ഗീത പറയുന്നത് എന്താണ്? മറ്റെന്തിന്റെ പേരിലായാലും നമ്മൾ തെറ്റിപ്പിരിയാൻ പാടില്ല. അപ്പോൾ സ്നേഹം കൊണ്ട് മാത്രം കീഴ്പ്പെടുത്തും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഒരു കീറിപ്പോയ കൊടിയല്ല, അത് സ്ഥാപിക്കാനുള്ള നമ്മുടെ കൂട്ടായ മനസ്സാണ് വലിയ കാര്യം. കൊടി ഉയർത്തുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ നളിനനെ ക്ഷണിക്കുന്നു. പടച്ചോൻ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാർ, വിശ്വാസങ്ങൾ പലതായാലും നമ്മളെല്ലാം ഒന്നല്ലേ? ഭാരതാംബയുടെ മക്കൾ. സനാതനമായ ഒരു സംസ്കാരമല്ലേ നമുക്കുള്ളത്? അപ്പുക്കുട്ടനും അന്തോണിയോ അബ്ദുള്ളയോ ഒന്നാണെന്ന് നമുക്കറിയില്ലേ? കേവലം ഭൗതികമായ ഒരു കൊടി, ഒരു തുണിക്കഷ്ണം ആരോ കീറിയെന്നതിന്റെ പേരിൽ തമ്മിൽ തല്ലേണ്ടവരാണോ നമ്മൾ? സർവമതസ്ഥരും ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു ഭാരതമാണ് നമ്മുടെ ലക്ഷ്യം. അത് തകർക്കാൻ നമ്മൾ ആരെയും അനുവദിക്കരുത്. ദൈവം പറയുന്നത് എന്താണ്? വിശക്കുന്നവനും കഷ്ടപ്പെടുന്നവനുമെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ പടച്ചവനെ മുൻനിർത്തി പറയുന്നു, നമ്മൾ ഒന്നാണ്. ഉബുൽ വത്തിനി മിനൽ ഇമാം.